അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ കാണുന്ന ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും പുറത്തേക്ക് സന്തോഷം കാണിച്ചാലും ഉള്ളിലൊരു പോരാട്ടം നടക്കുന്നുണ്ട്. കാരണം ജീവിതം എന്നത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമല്ല മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ഓതി തുടങ്ങാൻ പറ്റിയാൽ മതി. ഇൻഷാ അല്ലാ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഓതിയിട്ടുള്ളത് ആ കാര്യത്തിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അത്രയും ഫലവത്തായിട്ടുള്ള ഒരു അമലാണിത്. എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ഏറെ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ദൂരെയായി നിൽക്കുമ്പോൾ അതിനായി നമ്മൾ ചെയ്ത എല്ലാ ശ്രമങ്ങളും ഫലമില്ലാത്തതുപോലെ തോന്നുമ്പോൾ മനസ്സിനൊരു ഭാരവും ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ അവസ്ഥകളിൽ നമ്മൾ എടുക്കുന്ന സമീപനം നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റുന്നത്. കാരണം പരീക്ഷണങ്ങളില്ലാത്ത ജീവിതമല്ല, പക്ഷെ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം വെച്ച് അവൻ ഒരുക്കുന്ന ഓരോ സാഹചര്യത്തെയും ഒരു പരീക്ഷണമായി കാണാൻ നമ്മൾ പഠിച്ചാൽ ഇന്നത്തെ നമ്മുടെ വിഷമങ്ങൾ നാളെയുടെ ശക്തിയാകും. ഇന്നത്തെ കാത്തിരിപ്പ് നാളെയുടെ സന്തോഷമായിട്ട് തീരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സാധാരണ അറിവ് പങ്കുവെക്കൽ മാത്രമല്ല, മറിച്ച് നിങ്ങളൊക്കെ ഹൃദയത്തെ സ്പർശിക്കാനും നിങ്ങൾ നേരിടുന്ന അവസ്ഥകളെ പുതിയൊരു ദിക്കിലേക്ക് കാണാനും നിങ്ങളെ ദുആകൾ കൂടുതൽ ആത്മാർത്ഥമാക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ ശ്രമം. ഇത് ശ്രദ്ധയോടെ കേൾക്കാം, മനസ്സിൽ ആലോചിക്കാം. ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്ന ഒരു ആത്മവിശ്വാസവും സമാധാനം നിങ്ങളുടെ ഉള്ളിലുള്ള ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. അത്രയും ഫലവത്തായിട്ടുള്ള ഒരു അമല് തന്നെയാണ്. ഇൻഷാ അല്ലാ നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇതിനർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലുകൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. നമ്മൾ പലപ്പോഴായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ടല്ലേ, എൻ്റെ ദുആ എപ്പോഴാണ് സ്വീകരിക്കുക, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ വെക്കുന്നത്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് മാറ്റം കാണാത്തത്? ഈ ചോദ്യങ്ങൾക്ക് ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ലേ? പക്ഷേ നമ്മൾ മറക്കരുത്, അള്ളാഹു ഒരിക്കലും ഒരു ദുആയും അവഗണിക്കണില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കായി തീരുമാനിക്കുന്ന സമയം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ ഗൗരവവും കരുണയും നിറഞ്ഞതാണ്. ഇത്തരം അവസ്ഥകളിൽ നമ്മൾ ഒരാളുടെ ജീവിതത്തിലേക്ക് നോക്കേണ്ടതുണ്ട്. കാരണം ചില ജീവിതങ്ങൾ നമ്മെ നേരിട്ട് പഠിപ്പിക്കുന്ന എത്രയും വലിയ പരീക്ഷണങ്ങൾ വന്നാലും വിശ്വാസവും സഹനവും ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നാണ്. അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണത്തിലൊന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം. അവരുടെ ജീവിതം ഒരു കഥയല്ല, അതൊരു പാഠമാണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു പ്രതീക്ഷയുമാണ്. നൂഹ് നബി അവരുടെ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ടപ്പോൾ അവർ ജീവിച്ചിരുന്ന സമൂഹം പൂർണ്ണമായും തെറ്റായ വഴിയിലായിരുന്നു. അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു, സത്യത്തെ മറന്നു, അള്ളാഹുവിനെ വിട്ടുപോയി. അത്തരം ഒരു സമൂഹത്തിനിടയിൽ ഒരാൾ എഴുന്നേറ്റ് സത്യം പറയുന്നത് എത്ര ബുദ്ധിമുട്ടാണ്, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാണേ. എന്നാൽ നൂഹ് നബി ഒരിക്കലും ഭയപ്പെട്ടില്ല. അവർ അവരുടെ ജനങ്ങളെ സ്നേഹത്തോടെ തന്നെ വിളിച്ചു. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ തിരിച്ചറിയൂ എന്ന് പറഞ്ഞു. അള്ളാഹുവിലേക്ക് മടങ്ങി വരൂ എന്ന് പറഞ്ഞു. അവർ ഒരിക്കൽ മാത്രമല്ല പറഞ്ഞത്, വീണ്ടും വീണ്ടും പറഞ്ഞു. പകലിൽ നടന്നു പറഞ്ഞു, രാത്രിയും അവർ പറഞ്ഞു, രഹസ്യമായി കൊണ്ട് പറഞ്ഞു, പൊതുവിലായിട്ട് കൊണ്ട് അവർ പറഞ്ഞു, അവരുടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടു കൂടെ പറഞ്ഞു. എന്നാലും അവരുടെ ജനങ്ങൾ എന്ത് ചെയ്തു? അവർ അവരെ കേൾക്കാൻ തയ്യാറായില്ല. അവർ അവരുടെ ചെവികൾ അടച്ചു. അവർ അവരെ പരിഹസിച്ചു. അവർ പറഞ്ഞു, നീ ഞങ്ങളെക്കാൾ മെച്ചപ്പെട്ടവനല്ല. അവർ പറഞ്ഞു, നിങ്ങൾക്കൊപ്പം പോകുന്നത് ദരിദ്രരാണ്. ഈ വാക്കുകൾ കേൾക്കുന്നത് എളുപ്പമല്ല. ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, 950 വർഷം. അതെ, 950 വർഷം നൂഹ് നബി അലൈഹിസ്സലാം അവരുടെ ജനങ്ങളെ വിളിച്ചു സത്യത്തിലേക്ക്. നമ്മൾ ഇന്ന് ചെറിയ പ്രശ്നം വന്നാൽ പോലും തളരുകയാണ്. പക്ഷേ അവർ ഒരിക്കലും തളർന്നിട്ടില്ല. അവർ ഒരിക്കലും ഇനി മതിയെന്ന് പറഞ്ഞിട്ടില്ല. അവർ അള്ളാഹുവിൽ വിശ്വാസം വെച്ചു. അവർ തൻ്റെ ദൗത്യം തുടർന്നു. അവസാനം അള്ളാഹു അവരോട് പറഞ്ഞു, ഇനി അവർ വിശ്വസിക്കില്ല, നീ ഒരു പേടകം നിർമ്മിക്കൂ. അത് കേട്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിച്ചതിനെ, ഇവിടെ വെള്ളം പോലുമില്ല, എങ്ങനെയാണ് ഈ ഒരു ബോട്ട് ഞാൻ നിർമ്മിക്കുക? പക്ഷേ നൂഹ് നബി ചോദിച്ചില്ല, അവർ സംശയിച്ചില്ല. അവർ തുടങ്ങി ഒരു വലിയ ഷിപ്പ് നിർമ്മിക്കാൻ. വെള്ളമില്ലാത്ത സ്ഥലത്ത്. ജനങ്ങൾ ഇത് കണ്ടപ്പോൾ ചിരിച്ചു. അവിടെ കപ്പൽ നിർമ്മിക്കുകയാണോ? നിനക്ക് എന്ത് പറ്റി? എന്നാൽ ഓരോ പരിഹാസവും കേട്ടിട്ടും അവരത് നിർത്തിയില്ല. അവർ ചിന്തിച്ചത് ഒറ്റ കാര്യമാണ്, ഇത് അള്ളാൻ്റെ കൽപ്പനയാണ്. അവൻ പറഞ്ഞ അത് സത്യമായിരിക്കും. ദിവസങ്ങൾ കടന്നുപോയി. ഷിപ്പ് നിർമ്മിക്കൽ പൂർത്തിയായി. അപ്പോൾ ഒരു ദിവസം ആകാശം മാറി, മഴ തുടങ്ങി. പക്ഷെ അതൊരു സാധാരണ മഴയല്ലായിരുന്നു. ആകാശം തുറന്നിരിക്കുകയായിരുന്നു. ഭൂമി പൊട്ടിത്തെറിച്ചു. എല്ലായിടത്തും വെള്ളം. അപ്പോൾ നൂഹ് നബി പറഞ്ഞു, വിശ്വാസികളെ കയറൂ.
ജീവികൾ ജോഡികളായി കയറി. ഷിപ്പ് മുന്നോട്ടു പോയി. വെള്ളം ഉയർന്നു. മലകൾ മറഞ്ഞു. അവിടെ ഒരു ദുഃഖകരമായിട്ടുള്ള നിമിഷം. നൂഹ് നബി സ്വന്തം മകൻ അവൻ വിശ്വസിച്ചില്ല. അവൻ പറഞ്ഞു, ഞാനൊരു മലയിൽ കയറും, എനിക്ക് രക്ഷ ലഭിക്കും. അപ്പോൾ നൂഹ് നബി പറഞ്ഞു, ഇന്ന് അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് രക്ഷയില്ല. അവൻ കേട്ടില്ല. വെള്ളം അവനെ വേർപ്പെടുത്തി. ഒരു ഉപ്പ തൻ്റെ മകനെ നഷ്ടപ്പെടുന്നത്, അത് സഹിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്. പക്ഷെ നൂഹ് നബി എന്ത് ചെയ്തു? അവർ അള്ളാഹുവിൻ്റെ വിധിയെ അംഗീകരിച്ചു. അവർ സഹിച്ചു. അവർ വിശ്വാസം വിട്ടില്ല. അവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പോലും അള്ളാഹു മാറ്റിയ അത് നമുക്ക് അംഗീകരിക്കാൻ പഠിക്കണം. ബോട്ട് മുന്നോട്ട് തന്നെ നീങ്ങി. വെള്ളം കുറഞ്ഞു. ഭൂമി തെളിഞ്ഞു. അള്ളാഹുവിൻ്റെ വാഗ്ദാനം നിറവേറ്റി. വിശ്വാസികൾ രക്ഷപ്പെട്ടു. ഈ കഥ ഒരു പഴയ സംഭവം മാത്രമല്ല. ഇത് ഇന്നും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള മറുപടി നൽകുന്നുണ്ട്. നമ്മൾ കാത്തിരിക്കുമ്പോൾ, നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ, നമ്മൾ തളരുമ്പോൾ ഈ കഥ നമ്മളോട് പറയുന്നത് വിശ്വാസം വിടരുത്, സഹനം നിർത്തരുത്, അള്ളാഹുവിൽ ആശ്രയിക്കുക. കാരണം ശരിയായ സമയത്ത് എല്ലാം ശരിയാകും. നമ്മളിൽ ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ചൊക്കെ നമ്മളിങ്ങനെ ദ്വാ ചെയ്യും, കുറച്ചൊക്കെ അള്ളാഹുവിനോട് ചോദിക്കും, പിന്നീട് നമുക്ക് മടുപ്പ് വരും. എന്താണ് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ എന്നുള്ളൊരു ആവലാതി നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വരുന്നത് പോലെ വരട്ടെ, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ദ്വാകളൊക്കെ അവിടെ ഇടും. പിന്നെ ദിക്റുകളില്ല, ദ്വാകളില്ല, ഖുർആൻ പാരായണമില്ല, നിസ്കാരമില്ല, പിന്നെ ആ ഒരു നടത്തായില്ലേ. ആ രീതിയിലാണ് ഇന്ന് നമ്മളിൽ കൂടുതൽ ആളുകളും പോകുന്നത്. എന്തായിരുന്നാലും ഈ ഒരു സംഭവം, ഈ ഒരു ചരിത്രം എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. 950 വർഷം പ്രബോധനം ചെയ്തിട്ടും ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളിൽ നിന്നും ഓരോ ജോഡികളെയാണ് നൂഹ് നബിക്ക് ലഭിച്ചത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധി നമുക്ക് അനുകൂലമാക്കാൻ കഴിയുന്ന ഒരു അമല് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അത്രയും ഫലവത്താണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം തിരഞ്ഞെടുത്ത് ഈ ഒരു അമലിനെ ചെയ്യാവുന്നതുമാണ്. ഏതാണെന്ന് നോക്കാം. സൂറത്തുൽ ഇൻഷിറാഹ് എന്നത് ചെറുതായിട്ടുള്ള ഒരു സൂറത്താണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം മനുഷ്യൻ്റെ മനസ്സിനും ജീവിതത്തിനും വലിയ ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ഒന്നാണ്. ഈ സൂറത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത കഷ്ടതയോടൊപ്പം തന്നെ എളുപ്പമുണ്ടാകുന്നു എന്ന അള്ളാഹുവിൻ്റെ ഉറപ്പാണ്. സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കഷ്ടത കഴിഞ്ഞാൽ എളുപ്പം വരുമെന്നാണ്. പക്ഷേ ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അതിലുപരി ഒരു സത്യമാണ്. നമുക്ക് എപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നടക്കുമ്പോൾ തന്നെ അതിനുള്ള പരിഹാരവും ഒരു എളുപ്പവും അള്ളാഹു ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ സൂറത്തിൽ എളുപ്പം എന്ന് 2 പ്രാവശ്യം ആവർത്തിക്കപ്പെടുമ്പോൾ കഷ്ടം ഒരിക്കൽ മാത്രമാണ് പറയുന്നത്. അതിലൂടെ ഒരു കഷ്ടതയെ അള്ളാഹു 2 എളുപ്പങ്ങളാൽ മറികടക്കാനുള്ള ഒരു ആഴമുള്ള സന്ദേശം ഈ ഒരു സൂറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൂറത്ത് മനുഷ്യൻ്റെ ഹൃദയഭാരം കുറയ്ക്കുകയും ഒരു ആത്മീയ സന്ദേശവുമാണ് നൽകുന്നത്. കാരണം അള്ളാഹു തന്നെ നിൻ്റെ നെഞ്ച് വിശാലമാക്കിയില്ലെന്ന് ചോദിക്കുന്നു എങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളും വിഷമങ്ങളും മാറി ഹൃദയം സമാധാനത്തിലേക്ക് എത്തുന്നതിനെ സൂചിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ഈ സൂറത്ത് നമ്മളെ ഒരു ജീവിത പാഠവും പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയ നിർത്താതെ മറ്റൊന്നിലേക്ക് മുന്നോട്ട് പോകുക. എല്ലാ സാഹചര്യങ്ങളും അള്ളാഹുവിലേക്ക് തന്നെ തിരിയുകയും ചെയ്യണം. അതിനാൽ ഈ സൂറത്തുൽ ഇൻഷിറാഹ് ഒരു വായന മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ പോലും പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തമായ ആത്മീയ സന്ദേശമാണ്. ഒരു പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള സൂറത്താണ്. ആരും തന്നെ ഈ സൂറത്തിനെ കൈവിടാതിരിക്കാം. മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് 1001 തവണ നിങ്ങൾക്ക് സൂറത്തുൽ ഇൻഷിറാഹ് ഇന്ന് മുതൽ ഓതാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഒരിക്കലും തളരൂല. ഈ സൂറത്തിൻ്റെ പൊരുൾ വല്ലാത്തൊരു മഹത്താണല്ലേ. കാരണം ഇത് നമ്മൾ ഓതിയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു പ്രകാശമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം ആസ്വദിക്കുമ്പോഴുള്ളൂ നമുക്ക് ഈ ഒരു സൂറത്തിൻ്റെ ഫലം മനസ്സിലാകുള്ളൂ. അപ്പോൾ ആരും തന്നെ കൈവിടാതിരിക്കുക. എല്ലാവരും ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.